ഹായ്, ഡബ്ല്യു മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ പ്രീത ബലൂൺ ആർട്ടിസ്റ്റ്. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത് നമ്മുടെ കിസേസിലെ കേരളോത്സവം എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ കിട്ടിയ ഒരു സമയത്താണ്. ഈ ഒരു എപ്പിസോഡിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളൊരു മലയാളിന്ന് അഭിമാനിക്കുന്ന എപ്പോഴാണ്, നമ്മളെ മാതൃഭാഷ നന്നായി എഴുതാനും വായിക്കാനും എപ്പോഴാണോ പറയുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്ക് കഴിയുന്നത്, ആ സമയത്ത് അത് ന്യൂ ജനറേഷനിലെ നമ്മുടെ മക്കള് അത് പഠിപ്പിക്കാൻ സാധിച്ചാൽ അതിലുപരി ഏറ്റവും വലിയ സന്തോഷമാണ് അല്ലെ, അഭിമാനമാണ്, സന്തോഷമാണ്. പുതിയ തലമുറയ്ക്ക് വേറെ വിദേശ രാജ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ മിക്കവാറും ആ സ്ഥലത്തെ ലാംഗ്വേജ് ആണ് കൂടുതൽ വരിക. മലയാളം മറന്നു പോകാറാണ് പതിവ്. അപ്പം മലയാളം മറക്കാതിരിക്കാനുള്ള ഒരു കൂട്ടായ്മയുടെ മുന്നിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. അവരുടെ പ്രയത്നം കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊരു വളരെ മനോഹരമായ കുറെ ടീച്ചേഴ്സിന്റെ ക്ലാസ്സോടുകൂടി കുട്ടികള് നമ്മുടെ അഭിമാനമായ മലയാള ഭാഷ എഴുതാനും വായിക്കാനും പറയാനും ഒക്കെ അവര് ശ്രമിക്കുന്നു അല്ലെ. അതൊരു സന്തോഷമാണ്. സാർ, അതിനെ കുറിച്ചിട്ട് എന്താണ് സാറ് പറയാനുള്ളത്? മലയാളം മിഷൻ എന്ന് പറഞ്ഞാല് കേരള സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴില് കേരളത്തിന് വെളിയിലുള്ള കുട്ടികളിൽ മാതൃഭാഷയും സംസ്കാരവും നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തില് തുടങ്ങിയുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിന്റെ ദുബായിലെ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. ദുബായില് 2017 അന്നത്തെ സാംസ്കാരികകാര്യ വകുപ്പ് മന്ത്രിയും സാംസ്കാരികകാര്യ വകുപ്പ് സെക്രട്ടറിയും പിന്നെ മലയാളം മിഷന്റെ ഡയറക്ടറും ഒക്കെ ചേർന്ന് ഇവിടെ വന്ന് ദുബായ് കോൺസുലേറ്റിൽ വെച്ചിട്ടാണ് UAE മലയാളം മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇങ്ങനെ ഒരു സംരംഭം ആരുടെ ശരിക്കും ഐഡിയ ആണ്? ഇത് 2010 തോന്നുന്നു. പിന്നെ കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദൻ സാറാണ് അന്ന് നമ്മുടെ മലയാള മിഷൻ രൂപീകരിക്കുന്നത്. ഡൽഹിയിലായിരുന്നു അന്ന് ആദ്യത്തെ ചാപ്റ്റർ രൂപീകരിച്ചത്. ഡൽഹിയിൽ, കേരളത്തിന് വെളിയിലാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ച വെച്ചാല് കേരളത്തിന് വെളിയിലാണ് മലയാളം മിഷന്റെ പ്രവർത്തനം. അതാണല്ലോ പ്രധാന ആവശ്യവും അല്ലെ. അതെ, കാരണം മലയാളം കുട്ടികളിലേക്ക് എത്തിക്കാന്നുള്ളത്. അതെ അതെ. അപ്പം പിന്നെ അതിനുശേഷം 2017 ഇവിടെ തുടങ്ങിയെങ്കിൽ പോലും ഒരു വർഷത്തോളം കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല. കാരണം ഇതിനെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണമൊക്കെ നടത്തിയിട്ട് മാത്രമേ പ്രവർത്തനം. ഞങ്ങള് ഒരു ക്ലാസ്സാണ് 2018 20 കുട്ടികളോ മറ്റോ ഉള്ള ഒരു ക്ലാസ്സാണ് രൂപീകരിച്ചത്. അതിനുശേഷം പിന്നെ ഒരുപാട് ക്ലാസ്സുകൾ 2018-19 വർഷങ്ങളിൽ അതാണ് അതിനകത്തെ ഒരു കാര്യം. സർക്കാരിന്റെ സൗജന്യ മാതൃഭാഷ പഠന പദ്ധതിയാണ് മലയാളം മിഷൻ എന്ന് പറയുന്നത്. നമുക്ക് അഭിമാനിക്കാം. കാരണം ഇതൊരു ബിസിനസ് ആയിട്ടല്ല, മാതൃഭാഷയോട് കൂറുള്ള കുറെ വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു പ്രവർത്തനം. അപ്പൊ സാർ, ഇതിന് ടീച്ചേഴ്സ് പ്രധാനപ്പെട്ടത് നമുക്ക് കുട്ടികളെ മാത്രം കിട്ടിയാൽ പോരാ, അധ്യാപകർ വേണം. അപ്പൊ അതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ്? അതെ, നമ്മള് കുട്ടികളെ കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ അധ്യാപകരെയും കണ്ടെത്തും. അപ്പൊ ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ പിന്നെ ദുബായ് മലയാള മിഷന്റെ നേതൃത്വത്തിലിരിക്കുന്ന പലരും പേരൻസ് ആയിട്ട് മലയാള മിഷനിൽ വന്നവരാണ്. അവര് മലയാള മിഷന്റെ പ്രവർത്തനങ്ങളും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ മലയാള മിഷനിലേക്ക് വരികയാണ്. അതിന്റെ പിന്നെ പ്രവർത്തകരായി മാറുകയാണ്. രക്ഷിതാക്കളൊക്കെ മലയാള മിഷൻ പ്രവർത്തകരായി മാറുന്ന ഒരു കാഴ്ചയാണ്. അതിലെ ഒരാളാണല്ലേ താങ്കൾ? അതായത് പാരന്റ് ആയിട്ട് വന്നിട്ടാണ് ടീച്ചറായി. എന്താണ് താങ്കളുടെ പേരെന്താണ്? പ്രിയ. അപ്പൊ ഈ ഒരു സംഘടനയിലുള്ളൊരു യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇതിലേക്ക് ഇറങ്ങി അല്ലെ. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മളെല്ലാ കുട്ടികൾക്കും എല്ലാ ആഴ്ചയും നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ശരി, കുട്ടികളെല്ലാം ഇൻട്രസ്റ്റഡ് ആണ്. വളരെ ഇൻട്രസ്റ്റഡ് ആണ്. ഒരു ക്ലാസ് ആവാൻ വേണ്ടി ഒരു വെയിറ്റ് ചെയ്യണം. അതായത് ഇതിനകത്ത് കവിതയും പാട്ടും അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ. അതായത് തികച്ചും നമ്മുടെ ഗ്രാമീണ തനിമയാവുന്നത്. നമ്മള് കുട്ടികളെ കളിപ്പിച്ചാണ് ഇത് പഠിപ്പിക്കുന്നത്. കളികളിലൂടെയാണ് ഈ മലയാള മിഷന്റെ ഒരു അല്ലെങ്കിൽ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇത് ഒരു എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പഠന രീതിയാണ് മലയാള മിഷൻ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ എന്ന് വെച്ചാൽ അക്ഷരങ്ങൾ പഠിച്ച്, വാക്കുകൾ പഠിച്ച്, സെന്റൻസ് പഠിച്ച് അങ്ങനെയാണ് വാചകങ്ങളിലേക്ക് വരാം. ഇത് ചില പാട്ടുകളിലൂടെ, സെന്റൻസുകളിലൂടെ, വാക്കുകളിലൂടെ, അക്ഷരങ്ങളാണ് താഴോട്ടാവുക. കഥകളിലൂടെ ഒക്കെ വാക്കുകളിലൂടെ അക്ഷരങ്ങൾ അങ്ങനെയാണ് പഠിക്കുന്നത്. എന്റെ രീതി അങ്ങനെ. അപ്പൊ തികച്ചും വ്യത്യസ്തമായ ഒരു പഠന രീതിയാണ് ഇത്. ഈ പഠന രീതികളൊക്കെ തുടക്കം കുറിച്ചത് നമ്മുടെ മലയാള ഭാഷയിലെ മഹാരഥന്മാരായിട്ടുള്ള ONV സാറ്,
സുഗതകുമാരി ടീച്ചർ അങ്ങനെയൊക്കെയുള്ള മഹാരഥന്മാരാണ് ഇത് തുടങ്ങി വെച്ചിട്ടുള്ളത് മലയാള ഭാഷ. മലയാള മിഷൻ എന്നുള്ള പേര് പോലും മലയാളം മിഷൻ അത് പിന്നെ പേര് നിർദ്ദേശിച്ചത് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ള മലയാളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള ONV സാറാണ്. ഓക്കെ, നമുക്ക് അത്രയ്ക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ്. മധുരമാണ് മലയാളം അല്ലെ? നമ്മുടെ കുട്ടികളിലേക്ക് എത്തുമ്പോൾ അതിന്റെ മധുരം നമുക്ക് കൂടുതൽ ഇരട്ടിയാകും. കാരണം നമ്മുടെ ഇപ്പോഴുള്ള ജനറേഷനിലെ കുട്ടികൾക്ക് എവിടെയാണോ ചെല്ലുന്ന ആ ലാംഗ്വേജിനോടാണ് കൂടുതൽ അവർക്കല്ലേ, അവർ ഓട്ടോമാറ്റിക്കലി ആ ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തം മാതൃഭാഷ നിലനിർത്തണമെങ്കിൽ നമ്മൾ പിൻതലമുറക്കാർ തന്നെയാണ് കൂടുതൽ അധ്വാനിക്കേണ്ടത്. വളരെ മനോഹരമായ ഒരു സംരംഭമാണ് ഈ കൂട്ടായ്മ. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇതിനെ കുറിച്ചിട്ട് നമുക്ക് അല്ലെ എല്ലാവരിലേക്കും ഒരു ബോധം എല്ലാവരിലേക്കും എത്തട്ടെ. കാരണം നമ്മുടെ മക്കള് മലയാളം പഠിച്ച് തന്നെ വളരട്ടെ, മാതൃഭാഷ അറിഞ്ഞു തന്നെ വളരട്ടെ. അതിനെ സഹായിക്കുന്ന ഈ മഹത് വ്യക്തികൾക്ക് എന്റെയും ഞങ്ങളുടെ ചാനലിന്റെയും വക ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു.